ഹായ് ഫ്രണ്ട്സ്, ഞാൻ സച്ചി ദേവി, ലാവൻഡർ ചേർത്തല. നമ്മളിന്ന് 3 പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് കഫ്താനാണ്. നല്ല എൻക്വയറി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു 2 പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ല എൻക്വയറി വന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കഫ്താനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോങ് സ്ട്രഗ് വരുന്ന കുർത്തിയാണ്. തേർഡ് വന്നിരിക്കുന്നത് ഒരു റിംഗിൾ റയോണിൽ വരുന്ന വെസ്റ്റേൺ ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ അവസാനമായിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നേരിട്ട് വരാൻ സാധിക്കുന്നവരൊക്കെ നേരിട്ട് തന്നെ വരിക. പിന്നെ നമ്മുടെ ഗിവ് അവയുടെ കാര്യം ആരും മറക്കരുത്. എല്ലാവരും തന്നെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്ന വീഡിയോസ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസിൻ്റെയോ റീൽസിൻ്റെയോ താഴെയായിട്ട് നിങ്ങളുടെ 4 ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് ടാഗ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കണ്ടിട്ട് വരാം. ലാവൻഡർ കിഡ്സ് ആൻഡ് ക്വീൻസ്, ടെമ്പിൾ റോഡ്, ചേർത്തല. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ഷിഫോണിൽ വരുന്ന വൈറ്റിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല സോഫ്റ്റുമാണ് വെയർ ചെയ്യാനായിട്ട്. നല്ല വിങ്സോട് കൂടിയാണ് ആ ഒരു കഫ്താൻ ടൈപ്പ് വന്നിരിക്കുന്നത്. ഓൾറെഡി സ്ലീവ് വന്നിട്ടുണ്ട്, സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സ്ലീവ് ഹാഫ് സ്ലീവ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് ചെറിയൊരു ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്താൽ മതി. പിന്നെ നെക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു വി കട്ടിലാണ് ആ ഒരു നെക്ക് വന്നിരിക്കുന്നത്. ബോട്ട് നെക്ക് ആണെങ്കിലും വി കട്ട് വരുന്നുണ്ട്. വിത്ത് ലൈനിങ് ആണ്, ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ആണ്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 579 ആണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. വൈറ്റിൽ പിങ്ക്, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നേവി ബ്ലൂവിൽ ഒരു വൈറ്റ് പിങ്ക് കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ബേബി പീച്ച് ഷെയ്ഡിൽ പീച്ച്, ബ്ലൂ, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ സെയിം തന്നെ പിങ്ക്, പീച്ച്, ഗ്രീൻ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് വൈറ്റിലൊരു പേസ്റ്റൽ കോഫി ഷെയ്ഡാണ് വരുന്നത്. ഇതെല്ലാം തന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടത് കുറച്ച് ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് കണ്ടത്. നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ തന്നെ വൈറ്റിൽ തന്നെയാണ്, വലിയ ഫ്ലോറൽ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. വൈറ്റിൽ ഒരു പേസ്റ്റൽ കോഫി ഷെയ്ഡാണ് വന്നിരിക്കുന്നത്, അതും വലിയ ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത്. റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് വൈറ്റിലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വൈറ്റിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് വൈറ്റിൽ പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സോഫ്റ്റ് ഷിഫോണിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 579 ആണ്. നെക്സ്റ്റ് മോഡൽ നോക്കാം. നെക്സ്റ്റ് വരുന്നത് റിംഗിൾ റയോണിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടാണ്. അതും നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ആ ഒരു ജാക്കറ്റ് വന്നിരിക്കുന്നത്. ഇന്നർ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ലൈനിങ്ങോട് കൂടിയാണ് ഇന്നർ വന്നിരിക്കുന്നത്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇന്നർ വരുന്നത്. അതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ആണ്. ലോങ് സ്ട്രഗാണ് വരുന്നത്. അതിന് യോക്കിലായിട്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. നല്ല കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഇതിൽ ഒരു പേസ്റ്റൽ കോഫിയിൽ തന്നെയാണ് ആ ഒരു പ്രിൻ്റ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 46 ആണ്. അതിൻ്റെ താഴെയായിട്ട് നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്രില്ല് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 759 ആണ്. നോർമലി നമ്മൾ ചെയ്യുന്ന എല്ലാം ഒരു 600-400 റേഞ്ചിലാണ്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് അത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. വൈറ്റിൽ പേസ്റ്റൽ കോഫി ഷെയ്ഡിലാണ് ആ ഒരു പ്രിൻ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇന്നർ വന്നിരിക്കുന്നത് പേസ്റ്റൽ ഒനിയൻ പിങ്കിലാണ്. ജാക്കറ്റിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറാണ്. ഇതാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ജാക്കറ്റിൽ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം.
നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ഷെയ്ഡാണേ. ഇതാണ് എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ഒരു പേസ്റ്റൽ ഒലിവിലാണ് ഇന്നർ വന്നിരിക്കുന്നത്. ജാക്കറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതെല്ലാം തന്നെ റിംഗിൾ റയോണിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 759 ആണേ. നെക്സ്റ്റ് മോഡൽ നോക്കാം. നെക്സ്റ്റ് വരുന്നത് റിംഗിളിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ്. ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അത് നല്ലൊരു പേസ്റ്റൽ ഓഷൻ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. യോക്കിലായിട്ട് ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുള്ള വൈഡായിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് ഫ്രില്ല് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സ്ലീവിൽ ലൈനിങ് വന്നിട്ടില്ല. ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 46 ആണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ പ്രൈസ് വരുന്നത് 699 ആണേ. ഇതാണ് എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. യോക്കിൽ ചെറിയൊരു ഫ്രിൽ ഡിസൈൻ ആണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിന് താഴത്തേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. സീക്വൻസ് വർക്കും വരുന്നുണ്ട്, ത്രെഡ് വർക്കും വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഒനിയൻ പിങ്ക് ഷെയ്ഡാണേ. ഇതാണ് എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. സെയിം കളറിൽ തന്നെയാണ് ആ ത്രെഡ് വർക്ക് വരുന്നതും സീക്വൻസ് വർക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ആഷ് കളറാണേ. ഇതാണ് എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. സെയിം കളറിൽ തന്നെയാണ് ആ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നത്. ഈ സെയിം വർക്ക് തന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ബർഗണ്ടി ഷെയ്ഡാണേ. എൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് സെയിം കളറിൽ തന്നെയാണ് ആ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നത്. ഇതെല്ലാം തന്നെ റിംഗിൾ റയോണിലാണ് വരുന്നത്. നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണേ. അപ്പോൾ ഇന്ന് കണ്ട നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് 2 കൊറിയർ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് DTDC ആണ്. DTDC ആകുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അല്ല ഇന്ത്യൻ പോസ്റ്റിൻ്റെ സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അയച്ചു തരാൻ സാധിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആളുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് എത്താനായിട്ട് നിങ്ങളുടെ സഹായം നമുക്ക് വേണം. അപ്പോൾ എല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു. യൂട്യൂബിൽ കൂടി എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലാവൻഡർ ടീൻസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ വരും. ചാനലും വീഡിയോസും വരും. അതിൽ നമ്മൾ ചാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ സാധിക്കും. അതിലേത് വീഡിയോ ആണോ വേണ്ടത് അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നോർമലി ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അത് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ താഴത്തേക്ക് ഒരു ആരോ ബട്ടൺ കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന 3 മോഡലാണെങ്കിൽ ആ 3 മോഡൽസിൽ എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിങ്ക്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാനൊരു ബർഗണ്ടി ഷെയ്ഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബർഗണ്ടി ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ നമ്മുടെ സൈറ്റിലോട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ അതിൽ കാണാൻ സാധിക്കും 679 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു, അവിടെ എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഡിസേബിൾ ആണ്, അവിടെ കാണുന്നില്ല. അതിനർത്ഥം ആ എക്സൽ എന്ന് പറയുന്ന ഒരു വേരിയേഷൻ നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് കേട്ടോ. ബാക്കി അതിൽ ഞാൻ ലാർജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് അതിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അതിൻ്റെ കളർ ഏതാണെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്ലസും മൈനസും ഉണ്ട്. ആ സെയിം ഐറ്റം ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഞാനത് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്നിട്ട് കാർട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ കണ്ടിന്യൂ ഷോപ്പിംഗ് എന്നുമുണ്ട്, അപ്ഡേറ്റ് കാർട്ട് എന്നുമുണ്ട്. കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് കാർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബില്ലിംഗ് അഡ്രസ്സ് ആണ്. ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഡീഫോൾട്ട് ആയിട്ടൊരു ഫേക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫേക്ക് അഡ്രസ്സിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക.
അതിനുശേഷം താഴത്ത് കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്നും ഇനിയും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു എ ഡിഫറൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അതാകുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ കൊടുക്കുക, ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UPI ഉണ്ട്, കാർഡ് വഴി ചെയ്യാം. ഇപ്പോൾ UPIയിൽ തന്നെ നമുക്ക് ഗൂഗിൾ പേ വരുന്നുണ്ട്, ഫോൺ പേ, Paytm, ഇനി എന്തെങ്കിലും അതർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. UPI ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നമ്മുടെ UPI അക്കൗണ്ടിലേക്ക് പോകുന്നു, ആ പേയ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പേയ്മെൻറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, താങ്ക് യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഓർഡർ നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് ആണ്, നമ്മൾ അടച്ച പേയ്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി